27-ന് വേൾഡ് വൈഡ് റിലീസ് നിശ്ചയിച്ച് പ്രൊമോഷൻ നടക്കുന്നതിനിടെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ മുംബൈ റീജിയണൽ ഓഫീസ് ഉടക്കുവെച്ചത്. ജാനകി രാമായണത്തിലെ സീതാദേവിയുടെ പേരായതിനാൽ അത് മാറ്റണമെന്നാണ് നിർദ്ദേശം. നിർമ്മാതാക്കൾ ഈ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. ഇതോടെ റിലീസ് മാറ്റിവെച്ചതായി സംവിധായകൻ പ്രവീൺ നാരായണൻ അറിയിക്കുകയായിരുന്നു. നേരത്തെ UA 13+ അനുമതി ലഭിച്ചതനുസരിച്ചാണ് റിലീസ് നിശ്ചയിച്ചിരുന്നത്. പിന്നീടാണ് പേരുമാറ്റാൻ നിർദ്ദേശം വന്നത്. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധം ശക്തമായി. ഇങ്ങനെയാണ് നിലപാടെങ്കിൽ കഥാപാത്രങ്ങളുടെ പേരുകളും ഇനി സെൻസർ ബോർഡ് നിശ്ചയിച്ചു നൽകട്ടെയെന്ന് ഫിഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഗൈഡ് ലൈനിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പേരുകൾ അവർ അടിച്ചു തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് സിനിമ എടുക്കാം. എങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റുകയില്ല. നമ്മളുടെ കഥാപാത്രങ്ങൾ ഹിന്ദു മതത്തിൽ പെടുന്നവരാണെങ്കിൽ എങ്ങനെ പേരിട്ടാലും ഒരു ദേവൻ്റെയോ ദേവിയുടെയോ പേരായിരിക്കും. നാളെ എൻ്റെ പേര് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊരു വളരെ ജെന്യുവിനായിട്ടുള്ള പേടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സംവിധാനം, തിരക്കഥാ സംഭാഷണം, സംവിധാനം ഉണ്ണികൃഷ്ണൻ വെച്ചാൽ മാറ്റി വേറെ ഏതെങ്കിലും പേരിടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? JSKയുടെ പേരിലെ വിവാദം പുറത്തുവന്നതോടെ സമാന അനുഭവം നേരിട്ട സംവിധായകൻ MB പത്മകുമാറും രംഗത്തെത്തി. തന്റെ ടോക്കൺ നമ്പർ എന്ന സിനിമയിൽ കഥാപാത്രത്തിന്റെ ജാനകി എന്ന പേര് മാറ്റി ജയന്തി എന്നാക്കേണ്ടി വന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. എന്റെ ഇതിനെക്കാട്ടി വളരെ ക്രൂരമായ ഒരു വിഷയമായിരുന്നു. അവിടെ ജാനകി മാത്രമല്ല പ്രശ്നം, അവർക്ക് ഏബ്രഹാം ആയിരുന്നു ഒരു പ്രശ്നം. ജാനകി ഏബ്രഹാമിനെയും പേര് ചേർത്ത് വായിക്കാൻ ആരൊക്കെയോ തയ്യാറാവുന്നില്ല. അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ അപകടം. അവസാനം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, നാഷണൽ ഇഫിയിലൊന്നും സിനിമ പോകില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഒരു ഭീഷണി സ്വരത്തിലൊക്കെ സംസാരിച്ചു. ഇതൊന്നും ഒഫീഷ്യൽ ചാനലിലല്ല, അൺഒഫീഷ്യലി വാട്സപ്പിലാണ് വിളിച്ച് നമ്മളോട് ഇതൊക്കെ പറയുന്നത്. അതെന്നെ വല്ലാതെ ചൊടിപ്പിച്ചു. ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ JSK എന്നൊരു സിനിമ, അതിന്റെ ഡയറക്ടർ വളരെ കഷ്ടപ്പെട്ട് എടുത്തൊരു സിനിമയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവരുടെ സെൻസറിനെ ബാധിക്കുകയോ അവരുടെ സിനിമയുടെ വിജയത്തെ ബാധിക്കുകയോ ചെയ്യരുതെന്ന് കരുതിയാണ് അത് റിലീസ് വരെ വെയിറ്റ് ചെയ്തത്. പക്ഷെ ഇന്നത് വന്നപ്പോഴാണ് ഞാനും സംസാരിക്കാൻ തീരുമാനിച്ചത്. ജാനകി എന്ന പെൺകുട്ടി നീതിക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് JSKയുടെ പ്രമേയം. ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് വേണ്ടെന്നാണ് CBFCയുടെ വാശി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.